ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്വാളിറ്റീസ് ആണ്. നല്ലൊരു ഗേളിൻ്റെ കുറച്ച് ക്വാളിറ്റീസിനെ കുറിച്ചാണ്. ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ഗേളാണ് നിങ്ങളുടെ കൂടെങ്കിൽ ഒരിക്കലും അവരെ കൈവിടാതിരിക്കുക. അപ്പോൾ നമ്മളുടെ ക്വാളിറ്റീസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വാളിറ്റിയാണ് ന്യൂട്രലായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു ഗേള്. ഇപ്പം കൂടുതലായിട്ട് ഇങ്ങനെ യൂഷ്വലി ഗേൾസിന് കാണപ്പെടുന്നൊരു പരിപാടിയാണ് ഈ മൂഡ് സ്വിങ്സ്. കൂടുതലായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ കൂടുതലായിട്ട് വിഷമിക്കുക. കാര്യങ്ങൾ ന്യൂട്രലായിട്ട് എന്താ പറയുക, ഇപ്പോൾ കൂടുതലായിട്ട് ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുകയും, അല്ലെങ്കിൽ കൂടുതലായിട്ട് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയും കാര്യങ്ങൾ മനസ്സിലാക്കി സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൈവിടാതിരിക്കുക. കാരണം അങ്ങനത്തെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇമോഷൻസിനെ ന്യൂട്രലാക്കി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ ഇമോഷൻസിനെ ന്യൂട്രലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നല്ലൊരു പെൺകുട്ടിയാണ് അവരെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പോയിൻ്റാണ് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാൾ ഒബ്വിയസ്ലി ബാക്കിയുള്ളവരും അപ്രിഷ്യേറ്റ് ചെയ്യും അല്ലേ. അപ്പം നിങ്ങളുടെ കാര്യങ്ങളിൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്, അങ്ങനെ ചെയ്താൽ മതി, ആ ചെയ്തത് നന്നായി എന്നൊക്കെ പറയുന്ന ഒരു പാർട്ട്ണർ, ഒരു ഗേളാണ് നിങ്ങളുടെ കൂടെ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നല്ലൊരു പെൺകുട്ടിയാണ്. അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കൈവിടാതിരിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ് വളരെ ബോൾഡായിട്ട്, വളരെ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഒപ്പീനിയനുള്ള ഒരു ഗേളാണെങ്കിൽ അവരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയാണ്. അവരെടുത്ത തീരുമാനത്തെ, അല്ലെങ്കിൽ ഇന്നെടുത്ത തീരുമാനം നാളെ മാറ്റി പറയുക, പിന്നെ അത് അങ്ങോട്ടേക്ക് മാറ്റി പറയുക. അതിന് പകരം എടുത്ത തീരുമാനത്തിൽ ഉറച്ച് വിശ്വസിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. പിന്നത്തെ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് സൈഡ് ഉണ്ടാവില്ലേ. എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നിങ്ങളുടെ നെഗറ്റീവ് സൈഡും കൂടെ മനസ്സിലാക്കി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെയും കൈവിടാതിരിക്കുക. കാരണം അങ്ങനത്തെ ആൾക്കാരെ ചുരുക്കുകയുള്ളൂ. ആദ്യം നിങ്ങൾ വളരെ പോസിറ്റീവാണ് എന്നൊക്കെ വിചാരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളും കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ കൈവിട്ട് പോകുന്നവരുണ്ട് ഒരുപാട്. അതിന് പകരം നിങ്ങളുടെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒരുപോലെ മനസ്സിലാക്കി നിങ്ങളെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഗേളിന് നല്ലൊരു ക്വാളിറ്റിയാണ് അതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിലും ഒരിക്കലും കൈവിടാതിരിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ്, നിങ്ങളായിട്ട് ഭയങ്കര സിമിലർ ആയിട്ട് അല്ലെങ്കിൽ ഒരേ ടേസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ. ചിലവർക്ക് രണ്ടുപേർക്കും രാവിലെ എണീച്ചാൽ ഒരുപോലെ ചായ കുടിക്കേണ്ടി വരും. ചിലവർക്ക് ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾ കൈവിടാതിരിക്കുക. കാരണം കുറച്ചും കൂടി സിമിലർ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടിയും ഓക്കെയാണ് അല്ലേ. രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ തമ്മിൽ ചേരില്ല എന്നല്ല കേട്ടോ. ഇതിന് കുറച്ചും കൂടിയും ഒരു രസമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്. അഭിപ്രായ വ്യത്യാസമുള്ളവരും നല്ല റിലേഷൻഷിപ്പ് നയിക്കും കേട്ടോ. നമ്മളുടെ ഈ പറയാറുണ്ടല്ലോ അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് എന്നാണല്ലോ. നെഗറ്റീവും പോസിറ്റീവ് ആവും എന്ന് പറയുന്ന പോലെ അതും ഓക്കെയാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടിയും നമുക്ക് കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഒരു കാര്യം ഇഷ്ടപ്പെടുന്ന അതേ ആളാണ് അപ്പുറത്തും ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ വൈബിനായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ഗേളാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൈവിടാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നിന്നെക്കൊണ്ട് പറ്റും, നിനക്ക് ഈ ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ നീ പോയി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഗേളാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെയും നിങ്ങൾ കൈവിടരുത്. കാരണം അങ്ങനത്തെ ആൾക്കാരെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ സ്വപ്നങ്ങളിൽ നമ്മളെ പോലെ തന്നെ അവരും സ്വപ്നം കാണുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ചിലവർ ഈ ചിരി ഫേക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അല്ലേ. പക്ഷെ മറ്റു ചിലവർ ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അവർ വെറും ചുണ്ടുകൾ കൊണ്ടല്ല ചിരിക്കുന്നത്, അവരുടെ മനസ്സുകൊണ്ടാണ്, അവരുടെ മനസ്സിൽ നിന്ന് വന്ന ചിരിയാണെന്ന്. അപ്പം നിങ്ങളുടെ ഒരു ഗേള് നിങ്ങൾ ഇനി എന്ത് ചളി പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തമാശ പറയട്ടെ, ഉള്ളിൽ നിന്നാണ് അവർ ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും, എന്ത് ചളി പറഞ്ഞാലും, എന്ത് തമാശ പറഞ്ഞാലും ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെയും നിങ്ങൾ സേവ് ചെയ്യുക, ഒരിക്കലും കൈവിടാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു ആദ്യം, ന്യൂട്രലായിട്ടുള്ളൊരു ബിഹേവിയർ. അത് അവരുടെ ദേഷ്യം മാത്രമല്ല, നിങ്ങളും വളരെ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഗേള് നിങ്ങളെടുത്ത് വന്നിട്ട് ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളെയും ഒരിക്കലും വിടാതിരിക്കുക. കാരണം നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡായിരിക്കാം മേ ബി ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ടാവല്ലോ. ആ സമയത്ത് നിങ്ങളുടെ ഗേൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് തിരിച്ച് ദേഷ്യപ്പെടാതെ അതിന് പകരം നിങ്ങളെ കൂളാക്കി നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഗേളാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ആളെയും കൈവിടാതിരിക്കുക കേട്ടോ.
അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങളെ ഗേളിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡോണ്ട് ലൂസ് ദാറ്റ് പേഴ്സൺ. കാരണം അങ്ങനത്തെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ അയാൾ പോരാ എന്നുള്ളതല്ല, ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അയാളെ കൈവിടാതിരിക്കുക. ആ ആൾ അത്രയ്ക്ക് വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്